SQL ട്യൂട്ടോറിയൽ സീരീസിൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. ഇതിലെന്താണ് ഒരു ഡാറ്റാബേസ്, എന്താണ് ഒരു ടേബിൾ എന്നും എങ്ങനെ ഇത് ക്രിയേറ്റ് ചെയ്യാമെന്നുമാണ് നോക്കാൻ പോകുന്നത്. ഡാറ്റാബേസ് എന്നത് ഒരു ഡിജിറ്റൽ കണ്ടെയ്നറാണ്. അതായത് നമുക്കതൊരു സ്റ്റോറേജ് സ്പേസ് പോലെ ഉപയോഗിക്കാം. അതായത് ഒരു ഡാറ്റാബേസിനുള്ളിൽ തന്നെ പലതരം ടേബിൾസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. ടേബിൾ എന്ന് വെച്ചാൽ റോസും കോളംസും അടങ്ങിയതാണ് ഒരു ടേബിൾ. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ലൈബ്രറി എന്നൊരു ഡാറ്റാബേസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിനുള്ളിൽ തന്നെ നമുക്ക് ബുക്സ് എന്നൊരു ടേബിൾ സേവ് ചെയ്തിട്ടുണ്ട്. ആ ബുക്സ് എന്ന ടേബിളിൽ ഓരോ റോയും ഓരോ ബുക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഓരോ കോളംസ്, അതായത് ഈ ബുക്ക് എഴുതിയത് ആരാണ്, പബ്ലിഷ് ചെയ്ത ഡേറ്റ് ഏതാണ്, ഓതർ ആരാണ്, അങ്ങനെയുള്ള ഓരോ കോളംസും കാണാം. അതുകൊണ്ട് തന്നെ ഓരോ റോസ് ഓരോ ബുക്കിനെയും ഓരോ കോളംസ് ആ ബുക്കിൻ്റെ ഓരോ ഫീച്ചേഴ്സിനെയും സൂചിപ്പിക്കുന്നു. ഞാൻ ഈ SQL ട്യൂട്ടോറിയൽ MySQL വർക്ക് ബെഞ്ചാണോ ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് നോക്കി ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. MySQL വർക്ക് ബെഞ്ച് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് ആദ്യം കാണുക. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കൊടുത്ത MySQL കണക്ഷൻസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഞാനിവിടെ റൂട്ട് എന്ന നിലയിലാണ് ഇത് സേവ് ചെയ്തിട്ടുള്ളത്. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ സേവ് ചെയ്ത പാസ്വേഡ് കൊടുത്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. അല്പസമയത്തിനകം നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ആദ്യമായി ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ഡാറ്റാബേസ്, പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡാറ്റാബേസിൻ്റെ പേര്. ഞാനിവിടെ SQL ട്യൂട്ടോറിയൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ക്രിയേറ്റ് ഡാറ്റാബേസ് SQL ട്യൂട്ടോറിയൽ എന്നുള്ളത് ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനിത് സെമി കോളൻ വെച്ച് ആ സ്റ്റേറ്റ്മെൻറ്റ് ക്ലോസ് ചെയ്യുകയാണ്. സെമി കോളൻ എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സെമി കോളൻ. നമ്മൾക്ക് ഒന്നിലധികം SQL സ്റ്റേറ്റ്മെൻറ്റ്സ് സെപ്പറേറ്റായി റൺ ചെയ്യേണ്ട സമയത്ത് സെമി കോളൻ വളരെ ആവശ്യമാണ്. ഇവിടെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം സെമി കോളൻ വെച്ച് അതിനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും ടോപ്പിലായി നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും എക്സിക്യൂട്ട് ഓൾ ദ സെലക്റ്റഡ് പോർഷൻ. നമ്മളിപ്പോൾ സെലക്ട് ചെയ്തൊരു പാർട്ട് മാത്രം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബട്ടൺ ഉപയോഗിക്കാവുന്നതാണ്. അത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ആക്ഷൻ ഔട്ട്പുട്ടിൽ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തതായും അതുപോലെ തന്നെ 1 റോസ് എഫക്റ്റഡ് എന്നും കാണാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസ് യൂസ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. അതായത് ഓൾറെഡി നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മളൊരു ടേബിളൊക്കെ ഇതിൽ സേവ് അതായത് ഇൻസേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡാറ്റാബേസാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ യൂസ് SQL ട്യൂട്ടോറിയൽ ദെൻ ക്ലോസിങ് ഇറ്റ് വിത്ത് സെമി കോളൻ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ ഞാൻ സെലക്ട് ചെയ്യുന്നില്ല. പകരം ഞാൻ ആ കേഴ്സർ ആ ഒരു ലൈനിൽ വെച്ചതിന് ശേഷം അവിടെ കാണുന്ന ടോപ്പിൽ കാണുന്ന സെക്കൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് ആക്ഷൻ ഔട്ട്പുട്ടിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റൺ ആയതായി കാണാൻ സാധിക്കും. ഇനി എങ്ങനെയാണൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ക്രിയേറ്റ് ടേബിൾ, ആ ടേബിൾ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന നെയിം, ഞാനിവിടെ കസ്റ്റമേഴ്സ് എന്നാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമായ കോളംസും ആ കോളംസിൽ നിങ്ങൾ ഫിൽ ചെയ്യാൻ പോകുന്ന ഡാറ്റ ടൈപ്പും ആണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ കസ്റ്റമർ ID ഇൻറ്റ്, അതായത് ഇൻറ്റിജറായും നമ്പറായും ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഇതൊക്കെ ക്യാരക്ടേഴ്സ് സ്ട്രിങ് ആയുമാണ് ഞാൻ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. രജിസ്ട്രേഷൻ ഡേറ്റ് എന്ന ഡാറ്റ ടൈപ്പിലാണ് സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത്ര മാത്രം ഇപ്പോൾ മനസ്സിലാക്കൂ. കസ്റ്റമേഴ്സ് എന്നുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ഇത്രയും ടൈപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ആ പാർട്ട് സെലക്ട് ചെയ്തു. ഈ ഒരു പെർട്ടിക്കുലർ പാർട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ഞാൻ കൺട്രോൾ എൻ്റർ എന്ന ബട്ടൺസാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇങ്ങനെയും നിങ്ങൾക്ക് ഒരു SQL സ്റ്റേറ്റ്മെൻറ്റ് റൺ ചെയ്യാവുന്നതാണ്. Ctrl+Enter. ഇവിടെ താഴെ നിങ്ങൾക്ക് ആക്ഷൻ ഔട്ട്പുട്ടിൽ ആ ടേബിൾ ക്രിയേറ്റ് ചെയ്തതായി കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൽ നമ്മൾ വാല്യൂസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഒരു ടേബിൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ആ ടേബിളിൽ ഓരോ കോളം നെയിംസ് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് കസ്റ്റമർ ID, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, ഫോൺ, രജിസ്ട്രേഷൻ ഡേറ്റ്, അതുപോലെ തന്നെ ടേബിളിൻ്റെ നെയിം കസ്റ്റമേഴ്സ് എന്നാണ്. അടുത്തതായി നമ്മൾ ഈ ടേബിളിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് ഇൻസേർട്ടിങ് ഡാറ്റ ഇൻ ടു ദിസ് ടേബിൾ കസ്റ്റമേഴ്സ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും സിമിലറാണ്. ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയിം, അതായത് കസ്റ്റമേഴ്സ്, പിന്നെ ആ ടേബിൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കോളംസ് കോമ സെപ്പറേറ്റ് ആയി എഴുതിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്ന വാല്യൂസ് കോമ സെപ്പറേറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റിലെ വാല്യൂസ് ഡേവിഡ്, സെക്കൻഡ് നെയിം വിൽസൺ, ഇമെയിൽ ID ഡേവിഡ് വിൽസൺ ആൻഡ് ഫോൺ നമ്പർ, പിന്നെ രജിസ്ട്രേഷൻ ഡേറ്റ്. ഇങ്ങനെ നമ്മൾ കോമ സെപ്പറേറ്റ് ചെയ്ത് ഒരു ബ്രാക്കറ്റിനുള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ 5 വാല്യൂസാണ്, 5 റോസാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റൺ ചെയ്യുമ്പോൾ നമ്മൾക്ക് അടിയിൽ 5 റോസ് എഫക്റ്റഡ് എന്ന് കാണാൻ സാധിക്കും. അതായത് ഈ ടേബിളിൽ നമ്മൾ ആവശ്യമുള്ള വാല്യൂസ്, അതായത് ഡാറ്റ ആഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അടുത്തതായി നമ്മൾ ഈ ടേബിളിൽ ആഡ് ചെയ്ത ഡാറ്റാസ് ഒന്ന് കാണാൻ വേണ്ടി സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നു. SQL ഏറ്റവും ആവശ്യമായതും
അതുപോലെ തന്നെ യൂസ് ചെയ്യാൻ ഏറ്റവും ഈസി ആയുള്ള കീവേഡാണ് സെലക്ട് ആൻഡ് ഫ്രം. ഇവിടെ സ്റ്റാർ ഓളിനെ സൂചിപ്പിക്കുന്നത് ഓൾ ഡാറ്റ, സെലക്ട് ഓൾ ഡാറ്റ ഫ്രം കസ്റ്റമേഴ്സ്. അതായത് നമ്മൾ ആ ടേബിൾ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡാറ്റയും കാണാൻ വേണ്ടി സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ്. അപ്പോൾ നമുക്കിവിടെ താഴെ എല്ലാ ഡാറ്റയും ആ ടേബിളിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. 5 റോസാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അത് അതേ ഓർഡറിൽ ഇവിടെ ടേബിളിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനും ആ ഡാറ്റാബേസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനും ആ ടേബിളിൽ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനുമാണ് നോക്കിയത്.